ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി ഓറിയോ ബിസ്ക്കറ്റ് റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 100 ഗ്രാം ബട്ടർ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അമൂലിൻ്റെ ബട്ടർ എടുത്തത്, അതും സാൾട്ടഡ് ആയിട്ട് എടുത്തത്. എനിക്ക് അത് കിട്ടിയോണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങളത് അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിപ്പോൾ ഒരു 100 ഗ്രാം ബട്ടറോളം ഉണ്ടാവും. ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നല്ല പോലെ ഒന്ന് മെൽട്ടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ബട്ടർ നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്ക് അല്ലെങ്കിൽ ബീറ്റർ ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ബട്ടർ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. നല്ല പോലെ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അതും ഒരു 125 ml കറക്റ്റ് ഉണ്ടാവും കേട്ടോ. പഞ്ചസാര കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുക, ഓരോരുത്തർ മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കട്ടോ. ഒരു 3/4 കപ്പ് പഞ്ചസാരയോളം ചേർക്കാം. ബട്ടറും പഞ്ചസാരയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്തിട്ടുണ്ടാവും. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാനിതാ ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. നമ്മൾ ചേർക്കുന്ന സമയത്ത് മൈദ നല്ലപോലെ അരിച്ചിട്ട് ഒരു പകുതി എത്തുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വീണ്ടും അരിച്ചിട്ടെടുക്കാം കേട്ടോ. കൊക്കോ പൗഡർ ഏകദേശം ഒരു 120 ml തന്നെ ഉണ്ടാവുക. 125 ml അല്ലെങ്കിൽ 120 ml ഇതിലേതെങ്കിലും ആയിരിക്കും കേട്ടോ. 1/2 കപ്പ് എല്ലാവരെയും വരിക. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. 2 കപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വ്യത്യാസം മാത്രമേ വരൂ. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് സാൾട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് തന്നെ സാൾട്ടും ഒഴിവാക്കി, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് പകരം ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൈദ അരിച്ചെന്ന് ബാക്കിയുള്ള ക്രംസ് ആട്ടോ ഇത്, അത് മുഴുവനായിട്ടും ഒഴിവായി കളയുന്നുണ്ട്. അടിഭാഗം ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ. ഈ ഒരു ടൈമിൽ ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതെൻ്റെ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ഒന്നിക്കെങ്കിൽ ഒരു മുട്ട ചേർക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കട്ടെ. എന്നിട്ട് നല്ലപോലെ കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഇതാ വിസ്ക് വെച്ചിട്ട് തന്നെ ആദ്യം മിക്സ് ആക്കി എടുത്തിട്ട് പിന്നീട് വിസ്കിൻ്റെ മുകളിലുള്ളതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചിട്ട് എടുക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു മുട്ട തന്നെ ചേർക്കാം. നമ്മൾ ബേക്കിംഗ് പൗഡർ സ്കിപ്പ് ചെയ്യട്ടെ. മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾക്ക് നല്ല കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബിഗിനറായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആളാണെങ്കിൽ മുട്ട തന്നെ ചേർക്കാൻ ശ്രമിക്കുക. ഈ പൊടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവും കേട്ടോ നിങ്ങൾ മുട്ട ചേർക്കുന്ന സമയത്ത്. നമ്മളെ കുക്കീസിന് ഇടാവും ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നേരം കുഴച്ചിട്ട് എടുക്കട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ക്ലീൻ റാപ്പിലോ അല്ലെങ്കിൽ സാധാ കവറോ അങ്ങനെ എന്തെങ്കിലും മതി. അതിലങ്ങ് ചുറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. അപ്പം നല്ല പോലെ ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഒന്നും കൂടി നമുക്കിടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് പരത്തി എടുത്തിട്ട് കുക്കീസിൻ്റെ ഷേപ്പൊക്കെ ആക്കി എടുക്കട്ടോ. ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കുക്കീസിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് പരത്തിയിട്ടെടുക്കട്ടോ. ആദ്യം ഒരു ബട്ടർ പേപ്പർ വെക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഡോ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ബട്ടർ പേപ്പർ വെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോലുണ്ടല്ലോ, എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ അയ്യൊരു കട്ടിക്കുള്ള കുക്കീസ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി പരത്തിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടി ഞാനിതാ ഏകദേശം ഓറിയോൻ്റെ ഒരു വലിപ്പത്തിലുള്ളൊരു മൂടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഏത് മൂടിയാണോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു ഓയിലിൻ്റെ മൂടി കേട്ടോ ഇത്. മുഴുവനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ഡോ ഉണ്ടല്ലോ അത് നമുക്ക് സൈഡിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ റൗണ്ട് മാത്രം അവിടെ വെച്ചിട്ട് നല്ല പോലെ വേഗം ഇളകി വരും കേട്ടോ. നമുക്ക് അധികം പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്കിത് 2ാമത്തെ ട്രിപ്പിൽ വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയിട്ട് എടുക്കുക ഇതിനെക്കൊണ്ട്. ഇനി നമ്മൾ നല്ല പോലെ പരത്തി എടുത്തോണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള കുറച്ച് പണിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ കൈ കൊണ്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രസ്സായിട്ട് അവിടെ പോവുകയുള്ളൂ.
നമുക്കിനി ഇത് മുഴുവനായിട്ടും ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കട്ടെ. അതിന് മുന്നേ നമുക്ക് ഒരു ട്രേയിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഈ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മളെ കുക്കീസിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കട്ടെ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ മേലെ എഴുതിയിട്ടുള്ള ഈ ഒരു പേരും ഈ ഒരു ഷേപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, കാരണം നമുക്ക് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ നടുഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കട്ടെ, ആ സൈഡൊന്നും വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കരുത്. ഇനിയിപ്പം നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്ന അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പ്ലെയിൻ ആയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച കുറച്ച് കുക്കീസ് ഉണ്ട് കേട്ടോ, അത് ബേക്ക് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ഞാനിതാ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു നമ്മൾ ഗ്യാസിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഇതുപോലെയാട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ മേലേക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ സിമ്പിൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പാന് ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെക്കാട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കുക്കീസ് വെച്ചതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 20 മിനിറ്റ് വരെ നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ, ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുപോകാം, ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ. ഇങ്ങനെ ഈ 2 രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഒന്നിക്കെങ്കിൽ ആദ്യമേ ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ 20 മിനിറ്റ് ആകുന്ന സമയത്ത് തുറന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല പോലെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ഒരു 10-20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യട്ടോ. ഇതിപ്പോൾ ഓരോ ഗ്യാസിൻ്റെയും സമയം അനുസരിച്ചിട്ടായിരിക്കും. ഞാൻ എൻ്റെ എന്തായാലും ഒരു 10-40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കുക്ക് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് 25 മിനിറ്റ് കൊണ്ട് റെഡിയാവും, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് റെഡിയാവും കേട്ടോ. എങ്ങനെയായാലും ഒരു പകുതി കുക്കി ആകുന്ന സമയത്താണ് നിങ്ങൾ ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ 2 രീതിക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രം വേണമെന്നൊന്നും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രമാണോ ഉള്ളത്, ഇഡ്ഡലി ചെമ്പുണ്ടെങ്കിൽ അതിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ വെക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ള പാത്രം ഉണ്ടാവുമല്ലോ, അലൂമിനിയത്തിൻ്റെയോ ഏത് പാത്രം ആയിക്കോട്ടെ, അതിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓരോന്നിൻ്റെയും ചൂടൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് നോക്കി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. കുക്കീസിനൊന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളെ കുക്കീസ് ഇവിടെ മുഴുവനായിട്ടും ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിലൊക്കെ ചെയ്യുന്ന പോലത്തെ ക്രീം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്രീം വേണമെങ്കിൽ കൂടുതൽ ബട്ടറും എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വിസ്കോ ഫോർക്കോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണും ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീം ലൂസാകും തോറും വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്രീമിന് ഏത് ടെക്സ്ചറാണോ വേണ്ടത് ഈ ഒരു ടെക്സ്ചർ എത്തുമ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നത് നിർത്തി കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നല്ലപോലെ വടിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ക്രീം ആട്ടോ, ബട്ടർ ക്രീം. പിന്നെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അടിപൊളി ടേസ്റ്റുള്ള ക്രീമാണ്. അതാട്ടോ നമ്മൾ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വേറൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മേലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനും ടൈറ്റായിട്ട് ക്രീം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. നമുക്ക് ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏത് രീതിക്കാണ് നിങ്ങൾക്ക് ക്രീം വെച്ച് കൊടുക്കാൻ ഇഷ്ടം ആ ഒരു രീതിക്ക് വെച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് ലൂസായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അധികം ടൈറ്റ് ആക്കാണ്ട് എടുക്കലാണ് നല്ലത്. പിന്നെ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് പിറ്റേ ദിവസം കഴിക്കാനട്ടാ അടിപൊളി ടേസ്റ്റ്. നമ്മൾ അപ്പം തന്നെ കഴിക്കുന്നതിനെക്കാട്ടും എത്രയോ ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത്. ഞാനിതാ നമ്മളെ ഓറിയോ ബിസ്ക്കറ്റിൽ മുഴുവനായിട്ടും നമ്മൾ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്രീമാണോ ഇഷ്ടം, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വെറും ചോക്ലേറ്റ് മാത്രം വെച്ച് കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്